ഹായ്, ഐ എം ഫാത്തിമത്തുൻ അസ്മ. ഞാൻ +2 സയൻസ് കഴിഞ്ഞ് വന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ +2 സയൻസ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും എന്താ ACC എടുത്ത് കൊമേഴ്സ് സ്ട്രീം അല്ലേ. അപ്പോൾ ഞാൻ തന്നെ ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചിന്തിച്ചു. CA പോകാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ പ്ലാന്. അപ്പോൾ CA ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ACCയിലേക്ക് എത്തി. അങ്ങനെ ഞാൻ ACC ഓപ്റ്റ് ചെയ്തു. അപ്പോൾ ഇലാൻസിൽ വന്നിട്ട് 1 ഇയർ ആയിരുന്നു. 3 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 4th പേപ്പറിൻ്റെ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ACC ഞാൻ ചൂസ് ചെയ്തു. പിന്നെ ഉള്ളത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം എന്നുള്ളായിരുന്നു. അപ്പോൾ കുറേ ഓപ്ഷൻസ് മുന്നിൽ വന്നു. അങ്ങനെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇലാൻസിനെ പറ്റി അറിയുന്നത്. അപ്പോൾ അവൾ അവിടെ ഓൾറെഡി പഠിക്കായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു നല്ല ക്ലാസ്സാണ്, നല്ല ഫാക്കൽറ്റീസ് ആണ്, നല്ല ഓപ്ഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ACCക്ക് വേണ്ടി ഇലാൻസ് തന്നെ ചൂസ് ചെയ്യാന്നുള്ള ഇതിലെത്തി. അങ്ങനെയാണ് ഞാൻ ഇലാൻസിലേക്ക് ചൂസ് ചെയ്യുന്നത്. ഇലാൻസിൽ വന്നിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. കോർഡിനേറ്റേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും ഫ്രണ്ട്ലി ആണ്. നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. പിന്നെ നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. സയൻസ് കഴിഞ്ഞ് ACCയിലേക്ക് വരുമ്പോഴുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറേ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് അറിയാൻ പറ്റും. അപ്പോൾ ഇലാൻസിൽ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഓൺലൈൻ ഓറിയൻറ്റേഷൻ സെഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ക്ലാസ്സിൽ ഫസ്റ്റ് വരുമ്പോൾ ഒന്നും അറിഞ്ഞിടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. കുറേ റിലേറ്റബിൾ ആയിട്ടുള്ള ടേംസ് പോലെ തോന്നി. ഒരു കോമൺ ആയിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ACCയിൽ ഫുൾ മാത്സ് ആണ്, ഭയങ്കര മാത്സ് ആണെന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും ശരിയല്ല. കാരണം സാധാ ബേസിക് ആയിട്ടുള്ള മാത്സ് മാത്രമേ ACCയിൽ ഉള്ളൂ. പിന്നെ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ ഒക്കെ കിട്ടുന്നത് അങ്ങനത്തെ മാത്സ് ഒക്കെ ഉള്ളൂ. +2 ഏത് സ്ട്രീമിന് വരുന്നതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ ACCൻ്റെ എക്സാമൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും.